ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവാർഡ് സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് കേരള പുരസ്കാരങ്ങൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 കേരള പുരസ്കാരം നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം. കേരള അവാർഡിനെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകി തുടങ്ങിയ പുരസ്കാരമാണ് കേരള പുരസ്കാരം. ഇത് പണ്ട് മുതലേ കേരളത്തിൽ നൽകി വന്നിരുന്നൊരു പുരസ്കാരമല്ല. ഇങ്ങനെ ഒരു പുരസ്കാരം നൽകി തുടങ്ങാം എന്ന് നമ്മുടെ പിണറായി സഖാവിന്റെ തലയിൽ സ്പാർക്ക് ഉദിക്കുന്നത് 2021-ലാണ്. 2021 ഇങ്ങനെ ഒരു പുരസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2022 മുതൽ നൽകി തുടങ്ങുന്നു. 2022 കൃത്യമായി പറഞ്ഞാൽ നവംബർ 1 കേരളപ്പിറവി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരള പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. തലേന്നാണ് പ്രഖ്യാപിക്കുന്നത്. പ്രധാനമായും 3 പുരസ്കാരങ്ങൾ: കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് കേരള, കേരള ജ്യോതി. സെക്കൻഡ് ഹയസ്റ്റ് കേരള പ്രഭ. തേർഡ് ഹയസ്റ്റ് കേരള ശ്രീ. കേരള ജ്യോതി ഒരാൾക്ക് മാത്രമേ കൊടുക്കൂ, പരമാവധി ഒരാൾക്ക് മാത്രമേ കൊടുക്കൂ. കേരള പ്രഭ മാക്സിമം 3 പേർക്ക് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ കൊടുത്താൽ മാക്സിമം എത്ര വരെ പോവാം? 3 വരെ പോകാം. ദെൻ കേരള ശ്രീ പരമാവധി 6 പേർക്ക് 6 പേർക്ക് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ കൊടുത്താൽ എത്രേ പാടുള്ളൂ? 6 പാടുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഇതിനകത്ത് എങ്ങനെ ചോദ്യം വരും. നമ്മളൊരു കണ്ടന്റ് പഠിക്കുമ്പോൾ ആ കണ്ടന്റിനകത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിനകത്ത് വേണം. ഇവിടെ ഈ കേരള അവാർഡുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 3 രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ബേസ് ഫാക്ട്. എത്ര പേർക്ക് കേരള പ്രഭ, എത്ര പേർക്ക് കേരള ശ്രീ, എത്ര പേർക്ക് കേരള ജ്യോതി, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി രണ്ടാമത്തത് ഇവരുടെ മേഖലയാണ്. ഇപ്പോൾ 2025 കേരള പ്രഭ പുരസ്കാരം നേടിയ ഇന്ന വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ മേഖല പഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നമുക്ക് 2 മേഖല പറയാം. നമുക്ക് ജനറൽ ആയിട്ടും ഒരു മേഖല പറയാം, സ്പെസിഫിക് ആയിട്ടൊരു മേഖല പറയാം. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന നമുക്ക് സഞ്ജു സാംസൺ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം, അദ്ദേഹം ഒരു കായിക താരമാണ്. ഇനി നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം, അദ്ദേഹം ഒരു ക്രിക്കറ്റ് താരമാണ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ അറിഞ്ഞു വെച്ചേക്കണം. ഇനി മൂന്നാമതൊരു സെഗ്മെന്റ് ഉണ്ട്. അത് കൂടുതലും കേരള ശ്രീയുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ത് ചെയ്യുക? ചോദിക്കുക. കേരള ശ്രീയുമായി ബന്ധപ്പെട്ടായിരിക്കും ചോദിക്കുക. അതെങ്ങനെയാ ചോദിക്കുക? അതായത് ഇപ്പൊ താഴെ പറയുന്നവയിൽ 2025 കേരള ശ്രീ പുരസ്കാരം ലഭിക്കാത്തതാർക്ക്. അപ്പൊ ലഭിച്ച ആൾക്കാരെ അറിഞ്ഞാൽ മാത്രമേ ലഭിക്കാത്തതാര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതി ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഇനി 2 രീതിയിൽ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. അതെങ്ങനെയാ? വേറൊന്നുമല്ല. ഒന്ന്, സ്റ്റേറ്റ്മെന്റ് രൂപേണ. അപ്പൊ താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2025 കേരള അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായത് ഏത്, ശരിയായത് ഏത്, നമ്മൾ പഠിച്ച കണ്ടന്റ് തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപേണ ചോദിക്കാം. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് വൺ വേർഡ് ടൈപ്പ്, മീൻസ് ചേരുമ്പടി ചേർക്കുക. കഴിഞ്ഞ കോഴിക്കോട് ജില്ലയുടെ LDക്ക് അങ്ങനെയാണ് ചോദിച്ചത്. ഒരു സൈഡിൽ കേരള പുരസ്കാര ജേതാക്കൾ, മറു സൈഡിൽ അവരുടെ മേഖല. എന്നിട്ട് എന്ത് ചെയ്യുക? ചേരുമ്പടി ചേർക്കാന്നോ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാന്നോ ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരള അവാർഡ്സ് 2025 നോക്കണം. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകി തുടങ്ങിയ പുരസ്കാരമാണ് കേരള പുരസ്കാരം. എല്ലാ വർഷവും കേരളപ്പിറവി ദിനമായ നവംബർ 1 പ്രഖ്യാപിക്കുന്നത്. നൽകി തുടങ്ങിയ വർഷം 2022 നവംബർ മാസം 1-ാം തീയതി. ഇത്തവണ 2025 കേരള ജ്യോതി ഒരാൾക്കും, കേരള പ്രഭ 2 പേർക്കും, കേരള ശ്രീ 5 പേർക്കുമാണ് നൽകുന്നത്. നോക്കാം നമുക്ക്. കേരള ജ്യോതി പുരസ്കാരം ഇത്തവണ ലഭിച്ചതാർക്ക് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ഡോക്ടർ M.R. രാഘവ വാര്യർ. ഡോക്ടർ M.R. രാഘവ വാര്യർ. അദ്ദേഹത്തിന്റെ മേഖല എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസമാണ് മേഖല. അപ്പോൾ ഡോക്ടർ M.R. രാഘവ വാര്യർ വിദ്യാഭ്യാസ മേഖല. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി സ്വദേശിയാണ്. അദ്ദേഹം ചരിത്ര പണ്ഡിതനാണ്, അധ്യാപകനാണ്, അതുപോലെ എപ്പിഗ്രഫിസ്റ്റ്. എന്താണ് എപ്പിഗ്രഫി? എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശിലാലിഖിതങ്ങളൊക്കെ ഇല്ലേ, ശിലാലിഖിതങ്ങൾ, അതിനെ വായിക്കുന്നതാണ് എപ്പിഗ്രഫി എന്ന് വിളിക്കുക. അപ്പൊ ശിലാലിഖിതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രഫി എന്ന് വിളിക്കുക. അപ്പൊ എപ്പിഗ്രഫിസ്റ്റ് ആണ് ഈ പറയുന്ന ഡോക്ടർ M.R. രാഘവ വാര്യർ.
ഇടയ്ക്കൽ ഗുഹാ പഠനങ്ങളിലെ വിദഗ്ധനാണ് അദ്ദേഹം. അപ്പൊ ഇടയ്ക്കൽ ഗുഹാ പഠനങ്ങളിലെ വിദഗ്ധനാണ് ഈ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ഒന്ന് കേരള സാംസ്കാരിക ചരിത്രവും അതുപോലെ തന്നെ ജൈനമതം കേരളത്തിലും. അപ്പോൾ ഒന്ന് കേരള സാംസ്കാരിക ചരിത്രം, അതുപോലെ തന്നെ പറയാം ജൈനമതം കേരളത്തിൽ. അപ്പൊ കേരള സാംസ്കാരിക ചരിത്രവും ജൈനമതം കേരളത്തിൽ, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇത്രയും പോയിന്റ് നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കാനായിട്ടുള്ളൂ. അടുത്തിലോട്ട് പോവാം. കേരള പ്രഭ ഇത്തവണ 2 പേർക്കാണ് ലഭിക്കുന്നത്. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അനീഷ് PB, കർഷകനാണ് അല്ലേ. അനീഷ് PB കർഷകനാണ്, കണ്ണൂരാണ് ഇതിന്റെ സ്വദേശം. തന്റെ കൃഷിയിടത്തിൽ ഹൈടെക് കൃഷിരീതി അവലംബിച്ച വ്യക്തിയാണ്. തന്റെ കൃഷിയിടത്തിൽ ഹൈടെക് കൃഷിരീതി അവലംബിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾക്കാണ് അതിന് എന്ത് ലഭിച്ചത്, പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ കൃഷി വകുപ്പിന്റെ കർഷകോത്തമ പുരസ്കാര ജേതാവ് കൂടിയാണ് അനീഷ് PB. ഒറ്റ പോയിന്റ് പഠിക്കുക, അനീഷ് PB കർഷകൻ, ഈ പറയുന്ന കൃഷിയിടത്തിൽ ഹൈടെക് കൃഷിരീതി അവലംബിച്ച വ്യക്തി. അടുത്ത വ്യക്തിയിലേക്ക് പോകുന്നു, രാജശ്രീ വാര്യർ. 2 ചിത്രവും ഒരാൾ തന്നെയാണ്. ഒന്ന് മേക്കപ്പെട്ട രാജശ്രീയും ഒന്ന് മേക്കപ്പെടാത്ത രാജശ്രീയും. ഓക്കെ, ആരാണ് രാജശ്രീ വാര്യർ? കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജശ്രീ വാര്യരെ പറ്റി പറയുമ്പോൾ അവരുടെ സ്വദേശം തിരുവനന്തപുരമാണ്. ഭരതനാട്യ നർത്തകിയാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, 2025 കേരള പ്രഭ പുരസ്കാരം നേടിയ രാജശ്രീ വാര്യർ ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ച പറഞ്ഞ ഏതാണ്? ഭരതനാട്യമാണ്. അപ്പം ഭരതനാട്യ നർത്തകിയാണ് രാജശ്രീ വാര്യർ. അവരുടെ പ്രധാനപ്പെട്ട 2 കൃതികളുണ്ട്, നർത്തകിയും നൃത്തകലയും. അപ്പോൾ നർത്തകിയും അതുപോലെ തന്നെ നൃത്തകലയും, ഇത് രണ്ടുമാണ് അവരുടെ സുപ്രധാനപ്പെട്ട 2 കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇതിനടുത്തത് കേരള ശ്രീയിലോട്ട് പോകുന്നു. കേരള ശ്രീ പുരസ്കാരം നേടിയവരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വരിയായിട്ട് പഠിക്കാൻ പോവാണ്. ആദ്യ വ്യക്തിയെ പരിചയപ്പെടാം, ശശികുമാർ. ശശികുമാർ ശരിക്കും ഒരു മാധ്യമ പ്രവർത്തകനാണ് അല്ലെ. ശശികുമാർ മാധ്യമ പ്രവർത്തകനാണ്. പക്ഷെ ഇദ്ദേഹത്തെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എങ്ങനെയാണെന്ന് അറിയാവോ? നിങ്ങൾ ഈ പറയുന്ന ലൗഡ് സ്പീക്കർ സിനിമ ഉണ്ടാവും. ലൗഡ് സ്പീക്കർ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച മനുഷ്യനാണ്. മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ് ഈ പറയുന്ന ശശികുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം ബേസിക്കലി ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം. അതിന്റെ സ്വദേശം കൊടുങ്ങല്ലൂരാണ്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് അതിന്റെ സ്വദേശം. അദ്ദേഹം സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ഹിന്ദി ചിത്രമുണ്ട്, അതിന്റെ പേരാണ് കായാതരൻ. അപ്പൊ സ്വന്തമായി അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ഹിന്ദി ചിത്രമുണ്ട്. ആ ഹിന്ദി ചിത്രത്തിന്റെ പേരാണ് കായാതരൻ. എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഇനി ഷഹൽ ഹസൻ, രണ്ടാമത്തെ വ്യക്തി ഷഹൽ ഹസൻ മുസലിയാർ. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനൊക്കെ അറിയാം. TKM എഞ്ചിനീയറിംഗ് കോളേജ് കേട്ടിട്ടുണ്ടാവും, ഫേമസ് ആണ്. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ്, TKM അഥവാ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ്. ഷഹൽ ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്നത് ഈ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ ഒരു ട്രസ്റ്റ് ആണ്. അതിന്റെ കീഴിൽ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, ആർട്സ് കോളേജ് ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ ട്രസ്റ്റിൻ്റെ TKM അഥവാ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ ട്രസ്റ്റിന്റെ ചെയർമാനാണ്. സ്വദേശം കൊല്ലമാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ആണ് മേഖല. അടുത്ത വ്യക്തി വിമൽ ഗോവിന്ദ് MK. ആരാണ് വിമൽ ഗോവിന്ദ് MK എന്ന് അറിയണം. അദ്ദേഹം സ്റ്റാർട്ടപ്പ് ആണ്, അദ്ദേഹം ഒരു സംരംഭകനാണ്. അദ്ദേഹം ബേസിക്കലി ഒരു റോബോട്ടിക് എഞ്ചിനീയർ ആണ്. ജെൻ റോബോട്ടിക്സ് ഇന്നവേഷൻസ് എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിന്റെ സഹസ്ഥാപകനും MD മാനേജിംഗ് ഡയറക്ടറുമാണ് ഈ പറയുന്ന വിമൽ ഗോവിന്ദ് MK എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ മാൻ ഹോളുകളിൽ മനുഷ്യർ തോട്ടിപ്പണി ചെയ്യുന്നത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് സംവിധാനമായ ബാൻഡിക്യൂട്ട് റോബോട്ട് വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ്. അപ്പോൾ ബാൻഡിക്യൂട്ട് റോബോട്ട്, അതായത് ഈ പറയുന്ന കണക്ക് നമ്മൾ കഴിഞ്ഞ വർഷവും ഒരു മരണം സംഭവിച്ചാണ്. ഈ പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു 10,60,000 പേര് ഈ പറയുന്ന തോട്ടിപ്പണി ജീവിച്ച് ആ ഉപജീവന മാർഗം ജീവിക്കുന്നുണ്ട്. അങ്ങനെ വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. അടുത്തിടെ ട്രിവാൻഡ്രത്ത് റെയിൽവേ ഏൽപ്പിച്ച ഒരു പണിയുടെ പേരിൽ 1,500 രൂപ കൂലിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ജീവൻ പണയം വെച്ച് ഇറങ്ങുന്ന ഒരു ഒടുവിൽ അദ്ദേഹം മരണപ്പെട്ട ഇവരൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ തോട്ടിപ്പണി ചെയ്യുന്ന മനുഷ്യരുടെ ആ ഒരു ഇതിന് പകരം, തോട്ടിപ്പണി ചെയ്യുന്നതിന് പകരം അതിന് പകരം റോബോട്ടിനെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ബാൻഡിക്യൂട്ട് എന്ന് പറയുന്ന ഒരു റോബോട്ടിക് സംവിധാനം വികസിപ്പിച്ച ഈ വ്യക്തി ഈ പറയുന്ന വിമൽ ഗോവിന്ദ് MK എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പൊ ജെൻ റോബോട്ടിക്സ് ഇന്നോവേഷൻസിന്റെ സ്ഥാപകനാണ് അദ്ദേഹം, അല്ലെങ്കിൽ സഹസ്ഥാപകനാണ്, മാനേജിംഗ് ഡയറക്ടറുമാണ്.
അപ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരം, കേരളശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്നു. മേഖല സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ വ്യവസായം എന്ന് പറയാം. ഇനി അടുത്തത് ജിലുമോൾ മേരിഡ് തോമസ്. ആരാണ് ജിലുമോൾ മേരിഡ് തോമസ്? എടാ, അതേഴ്സ് അഥവാ മറ്റുള്ളവയിലാണ് ഇവർ വരിക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്വദേശിയാണ് ജിലുമോൾ മേരിഡ് തോമസ്. ഇവർ ശരിക്കും പറഞ്ഞാൽ ജന്മനാ തന്നെ അവർക്ക് ഇരു കൈയുമില്ല. പക്ഷേ ആ ഇരു കൈയും ഇല്ലാത്ത ജിലുമോൾ തൻ്റെ പര്യാപ്തതയിൽ ഒതുങ്ങി നിൽക്കുവാനോ അടങ്ങി നിൽക്കുവാനോ തയ്യാറല്ല. അവർ അവരുടെ കഴിവ് പൂർണ്ണമായി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരാൾക്കും തന്നെ തകർക്കാനാവില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നേടിയ നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല. അവർ ബേസിക്കലി ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. പെയിന്റിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കയ്യില്ല. മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റിങ് അല്ലേ, മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റിങ് ആർട്ടിസ്റ്റ് ആണ്. വായ കൊണ്ടും കാലുകൊണ്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്, പടം വരയ്ക്കുന്നുണ്ട്. ദെൻ അവരൊരു ഒരു യൂട്യൂബർ ആണ്. അടുത്ത പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇരു കൈകളും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ വനിത. ഇരു കൈകളും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ വനിതയാണ് ഈ പറയുന്ന നമ്മുടെ സ്വന്തം ജിലുമോൾ മേരിയറ്റ് തോമസ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തവർ അക്സെപ്റ്റ് ചെയ്ത് പറ്റും. അമ്മാതിരിയാണ് അവരുടെ ഗഡ്സ് എന്ന് പറയുന്നത്. ജിലുമോൾ മേരിയറ്റ് അതേഴ്സിനകത്ത് ഉൾപ്പെടുത്തുക, മറ്റുള്ളവയിലാണ് വരിക. അടുത്ത വ്യക്തി അഭിലാഷ് ടോമി. നമുക്ക് ഫെമിലിയർ ആണ് അഭിലാഷ് ടോമിയെ. അഭിലാഷ് ടോമി കായികമാണ് മേഖല. അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു നാവികൻ എന്ന നിലയ്ക്കാണ് നമുക്ക് ഫേമസ് ആയിട്ടുള്ളത്. പായ്ക്കപ്പലിൽ ലോകം മൊത്തം സഞ്ചരിച്ച വ്യക്തി അല്ലേ. അതിൻ്റെ സ്വദേശം കോട്ടയമാണ്, ചങ്ങനാശ്ശേരി. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി സ്വദേശിയാണ് അദ്ദേഹം. വിരമിച്ച ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനും നാവിക വൈമാനികനും അതുപോലെ തന്നെ യാച്ച്മാനുമാണ് ഈ പറഞ്ഞ അഭിലാഷ് ടോമി. ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കായികമാണ്. അഭിലാഷ് ടോമി കായികം എന്ന മേഖലയിലാണ് വരിക, അതാണ് നോക്കേണ്ടത്. അപ്പോൾ അത്രയും ആൾക്കാർ, അഭിലാഷ് ടോമി, ജിലുമോൾ മേരിയറ്റ്, വിമൽ ഗോവിന്ദം കെ, ഷഹനാസൻ മുസ്ലിയാർ, ശശികുമാർ, 5 പേരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കേരള പുരസ്കാരം 2025 പഠിച്ചു കഴിഞ്ഞു. അടുത്ത് പഠിക്കേണ്ടത് 2024 കേരള പുരസ്കാരം നമ്മൾ പഠിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് 2 വർഷത്തെ കേരള പുരസ്കാരം നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം. കേരള അവാർഡ് 2024 നോക്കണേടാ. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു തന്നെ. ഇത്തവണ 2024 കേരള ജ്യോതി ഒരാൾക്കാണ്, കേരള പ്രഭ 2 പേർക്ക്, കേരളശ്രീ 6 പേർക്ക്. അപ്പോൾ കേരള ജ്യോതി ഒരാൾക്ക്, കേരള പ്രഭ 2 പേർക്ക്, കേരളശ്രീ 6 പേർക്കാണ് 2024 ലഭിക്കുന്നത്. കേരള ജ്യോതി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് മറ്റാർക്കുമല്ല, നമ്മുടെ സ്വന്തം MK സാനുമാഷിനാണ് ലഭിക്കുന്നത്. MK സാനുമാഷിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് നമുക്കറിയാം. പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണ്, MK സാനുമാഷ് താഴെ പറയുന്നവയിൽ ഏത് മേഖലയിലാണ് മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയത് എന്ന് ചോദിച്ചാൽ പറയണം. കേൾക്കണേ. ഇപ്പോൾ നോവൽ, ചെറുകഥാകൃത്ത്, സാഹിത്യ വിമർശകൻ എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ ആൻസർ സാഹിത്യ വിമർശകൻ അഥവാ സാഹിത്യ നിരൂപകൻ. അപ്പോൾ സാഹിത്യ വിമർശകൻ അഥവാ സാഹിത്യ നിരൂപകൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയിട്ടുള്ളത്. MK സാനുമാഷ് മരണപ്പെടുന്നത് 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി. അപ്പോൾ എന്നാണ് MK സാനുമാഷ് മരണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് MK സാനുമാഷ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങൾ നേടിയ വർഷം കൂടി നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം. 1985 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട്. കൃതിയുടെ പേര് അവതാരണം. അപ്പോൾ അവതാരണം എന്ന് പറയപ്പെടുന്ന കൃതിക്ക് 1985 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നു. 1992 അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിക്കുന്നു. വയലാർ അവാർഡ് നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിക്കാണ്. 2011 അദ്ദേഹത്തെ തേടി 2 പുരസ്കാരം വരുന്നു. ഒന്ന് പത്മപ്രഭ പുരസ്കാരവും പിന്നൊന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. പത്മപ്രഭ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ നൽകുന്നതാണ്, അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷേ കേന്ദ്ര സാഹിത്യ അക്കാദമി ഓർത്ത് വെച്ചേക്കുക. 2011 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. കൃതിയുടെ പേര് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് പറയുന്ന കൃതിക്ക് 2013 സമഗ്ര സംഭാവനയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ 2013 സമഗ്ര സംഭാവനയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുകയാണ്. അതിൻ്റെ ആത്മകഥയുടെ പേര് കർമ്മഗതി. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സമഗ്ര സംഭാവനയ്ക്ക്, പിന്നെ ആത്മകഥ, കർമ്മഗതി. ഇനി ഇത് ഓർക്കണേ, ആദ്യം കിട്ടിയത് കേരള സാഹിത്യ അക്കാദമി അല്ലേ. ഒരു കോഡ് പറഞ്ഞുതരാം. കേരളമാണെങ്കിൽ അവതാരണം, കൃതിയുടെ പേര് അവതാരണം. കേരളമാണെങ്കിൽ അവതാരണം. ഇനി കേന്ദ്രമാണെങ്കിൽ അവധൂതൻ. കേന്ദ്രമാണെങ്കിൽ അവധൂതൻ. കേന്ദ്രമാണെങ്കിൽ അവധൂതൻ. ഇതിനടുത്തത് വയലാറ്, ചങ്ങമ്പുഴ.
വയലാറ് ചങ്ങമ്പുഴ. വയലാറ് ചങ്ങമ്പുഴ. അപ്പോൾ കേരളം അവതാരണം, കേന്ദ്രമാണെങ്കിൽ അവധൂതൻ, വയലാറ് ചങ്ങമ്പുഴ. വയലാറ് ചങ്ങമ്പുഴ. വയലാറ് ചങ്ങമ്പുഴ എന്ന കാര്യം ഓർക്കുക. അവർക്ക് 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കും. 2013 സമഗ്ര സംഭാവനയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് കർമ്മഗതി എന്നാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് കർമ്മഗതി എന്നാണ്. ആത്മകഥയുടെ പേര് കർമ്മഗതി എന്നാണ്. സെറ്റല്ലേ? അടുത്തോട്ട് പോകുന്നു. കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കാണ് ലഭിക്കുന്നത്. ഒന്ന് എസ് സോംനാഥ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ശാസ്ത്രവും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗുമാണ് അദ്ദേഹത്തിന്റെ മേഖല. നമുക്ക് എല്ലാവർക്കും അറിയാം ISROയുടെ മുൻ ചെയർമാൻ. ISRO മുൻ ചെയർമാനാണ്. ISROയുടെ മുൻ ചെയർമാനാണ് ഈ പറയപ്പെടുന്ന എസ് സോംനാഥ്. മലയാളിയാണ് അല്ലേ? ISROയുടെ ചെയർമാൻ പദവിയിലെത്തുന്ന 10ാമത്തെ വ്യക്തി, അതുപോലെ തന്നെ 5ാമത്തെ മലയാളിയുമാണ്. അപ്പൊ ISROയുടെ ചെയർമാൻ പദവിയിലെത്തുന്ന 10ാമത്തെ വ്യക്തിയും അതുപോലെ തന്നെ 5ാമത്തെ മലയാളിയുമാണ് എസ് സോംനാഥ് എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ വലിയ വിവാദമൊക്കെ ആയി. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ അത് നിലാവ് കുടിച്ച സിംഹങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്? നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നാണ്. ഇനി അടുത്ത വ്യക്തി, നിലവിൽ ISRO ചെയർമാൻ ആരാ? അത് വി നാരായണൻ അല്ലെ? വി നാരായണൻ ISRO ചരിത്രത്തിലെ 11ാമത്തെ ചെയർമാനാണ്. 11th ചെയർമാനാണ്. 11ാമത് ചെയർമാനാണ് അദ്ദേഹം. അതുപോലെ തന്നെ വി നാരായണനെ പറ്റി പറയുമ്പോൾ വി നാരായണൻ സ്വദേശം തമിഴ്നാടാണ്. തമിഴ്നാട് കന്യാകുമാരി ജില്ലക്കാരനാണ്. അടുത്ത വ്യക്തി പി ഭുവനേശ്വരി, കൃഷിയാണ് അഥവാ കാർഷികമാണ്. പി ഭുവനേശ്വരുടെ മേഖല കൃഷി അഥവാ കാർഷികമാണ്. പി ഭുവനേശ്വരുടെ മേഖല കൃഷി അഥവാ കാർഷികമാണ്. ഭുവനേശ്വരെ പറ്റി പറയുമ്പോൾ പാലക്കാടാണ് ഇവരുടെ സ്വദേശം. തരിശ് ഭൂമി പൊന്നാക്കി അല്ലേ? അതായത് ഇവര് തരിശ് കടന്ന ഭൂമിയെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ബലഭൂഷ്ടമാക്കി വിളവെടുപ്പ് കാണിച്ച് തെളിയിച്ച വ്യക്തിയാണ് പി ഭുവനേശ്വരി എന്ന് പറയുന്നത്. അപ്പൊ കാർഷികമാണ് മേഖല. അടുത്തത് കേരള ശ്രീ പുരസ്കാരം. ഇത്തവണ 6 പേർക്കാണ് ലഭിച്ചത്. ആരൊക്കെയാണ് 6 പേരെ നോക്കാം നമുക്ക്. ഒന്ന് കലാമണ്ഡലം വിമലാ മേനോൻ. ഈ കലാമണ്ഡലം വിമലാ മേനോന് 2026 രാജ്യം എന്ത് കൊടുത്തു? പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. കലാമണ്ഡലം വിമലാ മേനോനെ. കലയാണ് മേഖല. അപ്പൊ കലാമണ്ഡലം വിമലാ മേനോൻ കലയാണ് മേഖല. അവർ ഏത് മേഖലയുമായി, ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചപ്പുറം ഏതാണ്? മോഹിനിയാട്ടം. അപ്പൊ മോഹിനിയാട്ട കലാകാരിയാണ് ഈ പറയുന്ന കലാമണ്ഡലം വിമലാ മേനോൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത വ്യക്തി ഡോക്ടർ TK ജയകുമാർ. ആരോഗ്യമാണ് മേഖല. അപ്പോൾ ഡോക്ടർ ആ പേരിൽ തന്നെ കിട്ടും, ഡോക്ടറാണ്. ഡോക്ടർ TK ജയകുമാർ ആരോഗ്യമാണ്, ഹെൽത്താണ്. ഇനി അടുത്ത നാരായണ ഭട്ടതിരി. അദ്ദേഹം ബേസിക്കലി ഒരു കാലിഗ്രഫിയാണ്. എന്താണ് കാലിഗ്രഫി? കയ്യെഴുത്ത് പ്രതിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രരചനാ രൂപമാണ് ഈ പറയുന്ന കാലിഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ കാലിഗ്രഫറാണ് ഈ പറയുന്ന നാരായണ ഭട്ടതിരി. അപ്പോൾ 3 പേര്. കലാമണ്ഡലം വിമലാ മേനോൻ കലാമേഖല. ഏത് മേഖലയാ? മോഹിനിയാട്ട കലാകാരി. ദെൻ ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം. ദെൻ നാരായണ ഭട്ടതിരി കാലിഗ്രഫി. ദെൻ അങ്ങനെയെങ്കിൽ അടുത്ത 3 പേർ സഞ്ജു വി സാംസൺ. നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസണ് കായികമാണ് മേഖല. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റാണ് മേഖല. അദ്ദേഹത്തിന് കേരള സർക്കാർ കേരള ശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. അദ്ദേഹം 2025 വരെ IPL ഏത് ടീമിനെയാണ്? രാജസ്ഥാൻ റോയൽസ് ടീമിനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹം 2026 IPL സീസണിൽ ഏത് ടീമിന്റെ ഭാഗമായിട്ട് മാറുകയാണ്? അദ്ദേഹം CSK ചെന്നൈ സൂപ്പർ കിങ്സിലോട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളതെന്ന കാര്യം ഓർക്കുക. ഇനി അടുത്ത വ്യക്തി ഷൈജ ബേബി പറ്റി നമ്മൾ അറിയണം. ഷൈജ ബേബിയെ പറ്റി പറയുമ്പോൾ അവരുടെ സ്വദേശം വയനാടാണ്. വയനാട്ടിലെ ഒരു ആശാ വർക്കറാണ് ഷൈജ ബേബി. ഈ പറയുന്ന ഷൈജ ബേബി. നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നില്ലേ? ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തില് ഇവരുടെ കുടുംബത്തിലെ 9 പേര് ആ ദുരന്തം നഷ്ടപ്പെടുകയാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു. അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ 100ഓളം കുടുംബങ്ങളെ അവര് കണ്ടെത്തുന്നുണ്ട്. ആ ഒരു സുദീർഘമായ സേവനത്തിന് കേരള സർക്കാർ സാമൂഹിക സേവനം എന്ന മേഖലയിൽ പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. അടുത്ത വ്യക്തി VK മാത്യൂസിന്റെ മേഖല വാണിജ്യം അതുപോലെ തന്നെ വ്യവസായമാണ് ആരുടെ മേഖല? VK മാത്യൂസിന്റെ മേഖല. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ IBS സോഫ്റ്റ്വെയർ സർവീസ്. അദ്ദേഹം ഒരു വ്യവസായിയാണ് അല്ലേ?
IBS സോഫ്റ്റ്വെയർ സൊല്യൂഷൻ, IBS സോഫ്റ്റ്വെയർ സർവീസിൻ്റെ ചെയർമാനും സ്ഥാപകനുമാണ് ഈ പറയപ്പെടുന്ന VK മാത്യൂസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. ഓക്കെ അല്ലേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഈ സെഷനിലൂടെ നമ്മൾ കേരള അവാർഡ് 2 വർഷത്തെ കേരള പുരസ്കാരം, ഇതിനപ്പുറം ചോദിക്കാനില്ല, 2025-ലെയും 2024-ലെയും കേരള പുരസ്കാരം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു വെച്ചു. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരും ടെലഗ്രാമിൻ്റെ പേരും ദ CA അനലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ മറ്റൊരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.